നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് ശതമാനത്തിൻ്റെ പുതിയ കണക്കുകൾ വരുന്നു. ആ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിവിധ മുന്നണികൾ അവരുടെ ജയസാധ്യതകളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു, പാർട്ടികൾ, മുന്നണികൾ ഒക്കെ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തുടർഭരണം എന്നുള്ളത് അവരുടെ വലിയ അജണ്ടയായിരുന്നു. അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണം നടത്തി അതിന് ഫലമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. 2021 കിട്ടിയതിനേക്കാൾ കുറഞ്ഞ സീറ്റിലാണെങ്കിൽ പോലും തുടർഭരണം ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് അവർക്ക് അടിസ്ഥാനപരമായ കാരണങ്ങൾ ഉണ്ട് താനും. എങ്കിൽ പോലും പുറമേക്ക് കാണാത്ത വിധത്തിലുള്ള വികാരം താഴെത്തട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയൊരു അട്ടിമറിയുടെ സാധ്യത അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ അട്ടിമറി സംഭവിക്കുകയാണെങ്കിൽ, ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ, മെയ് 4-ന് ശേഷം എന്തായിരിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ സംഭവിക്കുക? അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന് നേതൃത്വം നൽകുന്ന CPM-നും എന്തൊക്കെയായിരിക്കും മുന്നിലുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ബഷീർ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം ടേം ശ്രമിക്കുമ്പോൾ അവർക്ക് ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ കാരണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു മൂന്നാം ടേം വേണം എന്ന് പറയുന്നതിന് കാരണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. ആ കാരണങ്ങൾ ജനങ്ങൾക്ക് ഒരു പരിധിവരെ അനുഭവവേദ്യമായ കാരണങ്ങളുമായിരുന്നു. എങ്കിൽ പോലും കേരളത്തിലൊരു ഭരണമാറ്റത്തിൻ്റെ സാധ്യത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു, തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിലും അതിനു മുമ്പും. വോട്ടെടുപ്പിന് ശേഷം കേരളത്തിലൊരു നിശബ്ദമായ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലുമുണ്ട്. ഇടതുപക്ഷത്തിന് ഭരണത്തുടർച്ച ഉണ്ടായില്ലെങ്കിൽ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുൻപില്ലാത്ത വിധത്തിലുള്ളൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരുമോ 2026-ൽ? തീർച്ചയായിട്ടും. അതിൽ ഭരണത്തുടർച്ചയ്ക്കുള്ള സാധ്യത എന്നത് മുമ്പ് ഒരു സർക്കാരിനും ഇല്ലാത്ത വിധത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഭരണ നേട്ടങ്ങളുമായി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ അഭിമുഖീകരിച്ചത്. കഴിഞ്ഞ 10 വർഷത്തെ ഏറെക്കുറെ അഴിമതി രഹിതമായ ഭരണം എന്നത്, വളരെ വലിയ അഴിമതി കേസുകളൊന്നും പുറത്തേക്ക് വന്നില്ല എന്നത്, അതോടൊപ്പം ഒരു സാമുദായിക സ്പർദ്ധ വലിയ തോതിൽ അല്ലെങ്കിൽ സാമുദായികമായ കലാപം അന്തരീക്ഷം ഉണ്ടാകുന്ന വിധത്തിലുള്ള കോൺഫ്ലിക്റ്റുകളൊന്നുമില്ലാത്ത ഒരു 10 വർഷം എന്നത്, അതോടൊപ്പം വലിയ തോതിലുള്ള പ്രതിസന്ധികളെ സംസ്ഥാനം വിജയകരമായി ഫേസ് ചെയ്തു എന്ന അന്തരീക്ഷം, ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഒരു സർക്കാർ എന്നതായിരുന്നു. അതോടൊപ്പം വികസനവും. ഈ മുദ്രാവാക്യങ്ങളെ മുന്നിൽ വെച്ച് സിറ്റിംഗ് MLA-മാരിൽ മഹാഭൂരിപക്ഷത്തെയും വീണ്ടും ഫീൽഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഭരണ തുടർച്ചയ്ക്ക് കാരണമാകും എന്നാണ് ഇടതുപക്ഷം വിലയിരുത്തിയത്. ആ വിലയിരുത്തലിൽ സാങ്കത്യമുണ്ട് താനും. എങ്കിലും പ്രത്യേകിച്ചും പോളിംഗിന് ശേഷമുള്ള ഒരു സിനാരിയോ വോട്ടിംഗ് ദിവസം പ്രതിഫലിച്ച ഒരു ജനങ്ങളുടെ മൂഡ് വെച്ച് വിലയിരുത്തുമ്പോൾ ഒരു ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട് എന്നാണ് പൊതുവായി രാഷ്ട്രീയ നിരീക്ഷകരും ഈ രംഗത്തുള്ള ആളുകളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് വിശാരദരുമെല്ലാം പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ അത് കേരളത്തെ മാത്രം ബാധിക്കുന്നതോ രാഷ്ട്രീയമായി കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതോ ആയ ഒരു പ്രത്യാഘാതമാവില്ല ഇടതുപക്ഷത്തിനുണ്ടാവുക. അതിൻ്റെ കാരണം, ചരിത്രത്തിൽ 50 വർഷത്തിനിടയിൽ ആദ്യമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇടതുപക്ഷ ഭരണമില്ലാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, ഇടതുമുക്തമായ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന അവസ്ഥയിലേക്ക് പോകും എന്നതാണ്. അധികാരത്തിൻ്റെ അർത്ഥത്തിൽ മാത്രം. 1967 മുതൽ ബംഗാളിൽ കൂട്ടുകക്ഷി ഭരണമുണ്ടായിട്ടുണ്ട്. 57-ൽ കേരളത്തിലുണ്ടായിട്ടുണ്ട്. 67-ൽ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നു. 67 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ ചില ഘട്ടങ്ങളിലായി കൂട്ടുകക്ഷി ഭരണം ബംഗാളിൽ അധികാരത്തിൽ വന്നു. 77 മുതൽ തുടർച്ചയായി 36 വർഷം ബംഗാൾ ഇടതുമുന്നണി ഭരിച്ചു CPIM-ൻ്റെ നേതൃത്വത്തിൽ. 78 മുതൽ ത്രിപുരയിൽ അധികാരത്തിൽ വന്നു. ഏതാണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷത്തെ ടേമിന് ശേഷം വീണ്ടും അധികാരത്തിൽ വന്നു. 2018 വരെ ത്രിപുര ഭരിച്ചു. ഇങ്ങനെ ഈ 3 സംസ്ഥാനങ്ങൾ 12 വർഷം ഒന്നിച്ച് ഭരിച്ചു. കേരളവും ത്രിപുരയും ബംഗാളും ഒന്നിച്ച് സർക്കാരുള്ള ഇടതുപക്ഷ സർക്കാരുകളുള്ള 12 വർഷമുണ്ടായിരുന്നു. ഇതെല്ലാം അവസാനിച്ച് ബംഗാളിൽ തോറ്റതിന് ശേഷം ഒരു സീറ്റ് പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യമുണ്ടായി. ത്രിപുരയിൽ തോറ്റതിന് ശേഷം 10 സീറ്റിൽ അസംബ്ലിയിൽ 10 സീറ്റിൽ CPIM ഇപ്പോഴത്തെ ഇതിൽ അവശേഷിക്കുന്നുണ്ട്.
പക്ഷേ ബംഗാളും ത്രിപുരയും അധികാരത്തിൽ നിന്ന് ദൂരെ പോയി എന്ന സാഹചര്യമുണ്ട്. കേരളം കൂടി നഷ്ടപ്പെട്ടാൽ 77-ന് ശേഷം ഒരു സംസ്ഥാനത്തും ഇടതു ഭരണം നിലനിൽക്കാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വന്നു ചേരും. തുടർന്നങ്ങോട്ട് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം പഴയതുപോലെ, അതായത് ഒരു ടേം അധികാരം നഷ്ടപ്പെട്ട് അടുത്ത ടേം അത് തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലുള്ള സ്വാഭാവികമായൊരു രാഷ്ട്രീയ പ്രവർത്തനമാകുമോ, അതോ ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഡിക്ലൈൻ്റെ തുടക്കമാകും, അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തുകയാണോ ചെയ്യുക? ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നത് രാഷ്ട്രീയമായി വയബിൾ അല്ലാത്ത ഒന്നായി, പാർലമെൻ്ററി പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ മുക്തമായ ഇന്ത്യൻ രാഷ്ട്രീയം എന്നൊരു സിനാരിയോ വരികയാണോ എന്ന ചർച്ച പോലും ഉയർന്നു വന്നേക്കാം. അതുകൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ച ഇല്ല എന്നതല്ല പ്രശ്നം. കേരളത്തിൽ ഇടത് ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടാൽ CPIMൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ഇന്ത്യയിൽ ചോർന്നു പോകുന്ന സാഹചര്യം വരും എന്നതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പരാജയം. അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ പരിണതി അതായിരിക്കും. ഈ ദേശീയ രാഷ്ട്രീയം അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി UPA സർക്കാർ അധികാരത്തിലിരുന്ന ആ കാലഘട്ടത്തിൽ ഇടത് നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ദേശീയ മാധ്യമങ്ങൾ നിരന്നു നിന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അവർ പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ മത്സരിച്ചൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു, ഒരു ചെറിയ കാലയളവിലേക്ക്, 2009 വരെ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം വലിയ തോതിൽ ചുരുങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാർലമെൻറ്റിൽ, ലോക്സഭയിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ ഏതാണ്ട് 4 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. ഇടതുപക്ഷത്തിൻ്റെ തന്നെ വളരെ ചുരുങ്ങിയ പ്രതിനിധാനം മാത്രമേ ലോക്സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ നിലയ്ക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ ഒരു ഡിക്ലൈൻ 2009-ന് ശേഷം ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു പീക്കിലെത്തി നിൽക്കുന്ന കാലത്താണ് കേരളത്തിൽ മാത്രമെങ്കിലും ഭരണത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ഒരു വളരെ ആവശ്യമായൊരു കാര്യമായി CPM-ഉം ഇടതുപക്ഷവും കണക്കാക്കുന്നത്. അതുകൂടി ഇല്ലാതാവുമ്പോൾ കേരളത്തിലെ പ്രസക്തി മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രസക്തി ചോദ്യം ചെയ്യപ്പെടും. അവരുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ശേഷി ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ ദുർബലമായെങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കളുടെ റോള് വളരെ പ്രധാനമായിരുന്നു. ഒരു പക്ഷേ കേരളത്തിൽ കൂടെ ഭരണം നഷ്ടമാവുകയാണെങ്കിൽ അത്തരം ഒരു ശേഷി പോലും പിൽക്കാലത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. രാജീവ് പറഞ്ഞപ്പോൾ ഈ 63 MP-മാരോട് കൂടി ഇടതുപക്ഷം പാർലമെൻറ്റിൽ തിളങ്ങി നിന്ന കാലമാണ് 2004 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സിനാരിയോ. 40-ലധികം MP-മാർ CPIM-ന് സ്വന്തമായി ഉണ്ടായിരുന്നു. മൊത്തം ഇടതുപക്ഷ MP-മാരുടെ എണ്ണം 63 മറ്റോ ആയിരുന്നു. ആ ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ നെറുകയിലായിരുന്നു CPIM തീരുമാനമെടുക്കുന്നതിൽ. പ്രത്യേകിച്ചും ഈ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികൾ UPA സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിലും അത് ഫോർമുലേറ്റ് ചെയ്യുന്നതിലും എല്ലാം വലിയ പങ്ക് വഹിക്കുകയും ഒടുവിൽ അമേരിക്കൻ ആണവ കരാറുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ പുറത്ത് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു സീൻ. ആ കാലം CPIM-നെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഇന്ത്യൻ പാർലമെൻ്ററി പൊളിറ്റിക്സിൽ അവരുടെ ഏറ്റവും ഉയർന്ന സ്വാധീന ഘട്ടം അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏറെക്കുറെ പൂർണ്ണമായും ഇല്ലാതാകും. അതാണ് ഇപ്പോൾ കേരളത്തിൽ പരാജയം സംഭവിക്കുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ CPIM-ന്, ദേശീയ പ്രതിപക്ഷത്തിൽ CPIM-നുള്ള റോൾ വീണ്ടും ഡിമിനിഷ്ഡ് ആവും. അതോടൊപ്പം ഇന്ത്യൻ ഇടതുപക്ഷത്തിന് കേരളത്തിലെ CPIM-നുള്ള റോളുണ്ടല്ലോ, ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ആ റോളും ഡിമിനിഷ്ഡ് ആകും. അത് പോസിറ്റീവായാണോ നെഗറ്റീവായാണോ പിന്നീട് കാര്യങ്ങൾ സംഭവിക്കുക എന്നത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ ദേശീയ ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ കേരളത്തിൻ്റെ ലീഡ് റോൾ കൂടി നഷ്ടപ്പെടും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റാലുണ്ടാകുന്ന വിശാലമായ രാഷ്ട്രീയ ഇമ്പാക്റ്റ് എന്നാണ്. കേരളത്തിലേത് വേറെ, പക്ഷേ ദേശീയ തലത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ പരാജയപ്പെട്ടാൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും ദേശീയ പ്രതിപക്ഷ രാഷ്ട്രീയത്തിലും ഉണ്ടാകും. റൈറ്റ്. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന പരാജയം CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചേഞ്ചുകൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം.
ചെറിയ തോതിലുള്ളൊരു വിജയം പോലും അതിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കലുഷിതമാക്കാനുള്ളൊരു സാധ്യത അവിടെ ശേഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ. കാരണം വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിൽ നിന്ന് പുറത്തിറങ്ങി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ടി കെ ഗോവിന്ദൻ അവിടെ വിമതനായി മത്സരിക്കുന്നു. അദ്ദേഹത്തെ യു ഡി എഫ് പിന്തുണയ്ക്കുന്നു. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, ദീർഘകാലം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ജി സുധാകരൻ പുറത്തിറങ്ങി സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. ഇവരൊക്കെ നേതൃത്വത്തിനെതിരെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. ഇവരൊക്കെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടർന്ന്, അതായത് പോസ്റ്റ് ഇലക്ഷൻ സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ അതിലേറ്റവും ഗുരുതരമായൊരു പ്രശ്നം, ഇത്തരം നേതാക്കൾക്ക് പിന്നിൽ കുറെ കൂടി മുതിർന്ന നേതാക്കളുണ്ട് എന്ന ആക്ഷേപം സി പി ഐ എമ്മിനടുത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ നേതാക്കൾ ഒറ്റയ്ക്ക് വന്ന് റിബൽ ചെയ്യല്ല ചെയ്തത്, മറിച്ച് മുതിർന്ന ചില നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് ഈ വിമതത്വം എക്സ്പ്രസ് ചെയ്ത നേതാക്കൾ പുറത്തേക്ക് വന്നത് എന്ന ചിന്താഗതി കൂടി സി പി ഐ എമ്മിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ചിന്താഗതി രൂപപ്പെടുക മാത്രമല്ല, അതേക്കുറിച്ച് കുറേ കൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സി പി എം അണികൾ, പ്രവർത്തകർക്കിടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടി കെ ഗോവിന്ദൻ അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആ ഘട്ടത്തിലല്ല, അതിന് മുമ്പേ തന്നെ ഇതേക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നുവെന്ന്, അതിനുവേണ്ടി മീറ്റിങ്ങുകൾ ചേർന്നിരുന്നുവെന്ന്, ആ മീറ്റിങ്ങുകളിൽ മുതിർന്ന നേതാക്കളായ ചിലർ പങ്കെടുത്തിരുന്നുവെന്ന്, ഈ മീറ്റിംഗ് നടക്കുന്നതിനിടെ മുതിർന്ന ഒരു നേതാവ് അവരെ വിളിച്ച് ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്ന്, ഇങ്ങനെയൊക്കെയുള്ള പല കഥകളും, അതിപ്പോൾ കഥകൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ അതിനൊരു പാറ്റേൺ കാണാം. അപ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ റിവോൾട്ട് ചെയ്തതിനും ഒരു പാറ്റേൺ ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ സുധാകരൻ എഴുന്നേറ്റ് വന്ന സ്ഥാനാർത്ഥിയാവുകയല്ല ചെയ്തത് എന്നാണ് തോന്നുന്നത്. സുധാകരനും സിസ്റ്റമാറ്റിക്കായി തൻ്റെ വിയോജിപ്പ് എക്സ്പ്രസ് ചെയ്തു വന്ന് അതിൻ്റെ പാരമ്യത്തിൽ സ്ഥാനാർത്ഥിയാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറിക്ക് ഒരുപക്ഷെ കാരണമായേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത് പിണറായി വിജയൻ്റെ മുഖം മാത്രമുള്ളൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ എൽ ഡി എഫ് അല്ലാതെ മറ്റാരുണ്ട് എന്ന ബാനറിൽ, അല്ലെങ്കിൽ അവരുടെ പ്രചരണ മുദ്രാവാക്യത്തിൻ്റെ ഫ്ലക്സ് ബോർഡുകളിലോ മറ്റു ബോർഡുകളിലോ ഒക്കെ പിണറായി വിജയൻ്റെ മുഖം മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ മുതൽ തന്നെ ഒരു അധികാര കേന്ദ്രീകരണത്തിൻ്റെ പിടിയിലാണ് സി പി ഐ എം ഉള്ളത്. പാർട്ടിക്ക് സ്വാധീനം ഭരണത്തിലില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ പാർട്ടിയും ഭരണവും ഒക്കെ ഒരാളിൽ കേന്ദ്രീകരിക്കുന്നുവെന്ന വിമർശനം പരസ്യമായല്ലെങ്കിലും അതിനുള്ളിൽ രൂപപ്പെട്ടു വന്നിരുന്നു. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ തെരഞ്ഞെടുപ്പിലൊരു പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഹിറ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരാളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, ഒരാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ പാർട്ടി സന്നദ്ധമായി, അതിനനുസരിച്ച് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യപ്പെട്ടു, അതുകൊണ്ട് തോറ്റു എന്നുള്ളതായിരിക്കും ആദ്യം വരാൻ പോകുന്നത്. 2016 ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഫോട്ടോ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സിലും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിലും സ്ഥാനാർത്ഥികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും. ആ ഘട്ടത്തിൽ എറണാകുളം പ്രസ് ക്ലബ്ബിലാണെന്ന് തോന്നുന്നു, ഒരു മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഉത്തരമായി, ഇത് ചൂണ്ടിക്കാട്ടി ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിന് ഉത്തരമായാണ് പിണറായി വിജയൻ പറഞ്ഞത് അതൊരു പുതിയ പ്രവണതയാണ് എന്ന്. അതായത് ഒരു വ്യക്തിയുടെ ഫോട്ടോ ഫ്ലക്സിലും നോട്ടീസ് ബോർഡിലും ഇങ്ങനെ ആവർത്തിച്ചടിക്കുന്നത് ഒരു പുതിയ പ്രവണതയാണ് എന്ന്. അതൊരു വലിയ ചർച്ചയ്ക്ക് അന്ന് തുടക്കമിടുകയും ചെയ്തു. വ്യക്തി കേന്ദ്രീകൃതമായ പ്രചാരണം എന്നത് ഇടതുപക്ഷ പ്രചാരണ രീതിയല്ല എന്ന ഒരു ചർച്ചയ്ക്കും അന്ന് തുടക്കമിട്ടു. പക്ഷേ 140 മണ്ഡലങ്ങളിലും വി എസിൻ്റെ ഫോട്ടോയോടൊപ്പമാണ് സ്ഥാനാർത്ഥികൾ പ്രത്യക്ഷപ്പെട്ടത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത ഞാൻ കരുതിയത്, സർക്കാരിൻ്റെ പണം ചെലവാക്കുന്ന പി ആർ ഡിയുടെ PR എക്സസൈസിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കും എന്നാണ്, മുഖ്യമന്ത്രി മാത്രമുള്ള പ്രചാരണ രീതി. പക്ഷേ മുന്നണിയുടെ പ്രചാരണത്തിലേക്ക് വന്നപ്പോൾ മറ്റെല്ലാം ഒഴിവാക്കപ്പെടുകയും മുഖ്യമന്ത്രി മാത്രമാവുകയും ഞാനല്ലാതെ മറ്റാരുണ്ട് നിങ്ങളെ ഭരിക്കാൻ എന്നൊരു ഇംപ്രഷൻ കൊടുക്കുന്ന വിധത്തിൽ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നൊരു മുദ്രാവാക്യം ഉന്നയിക്കപ്പെടുകയും ചെയ്തു. അതും ഏതാണ്ട് ഒരേ തരത്തിലുള്ള പോസ്റ്ററുകൾ, ഹോർഡിങ്ങുകളാണ് സംസ്ഥാനത്തുടനീളം. അതും ഒരു ജംഗ്ഷനിൽ 5ഉം 10ഉം ഹോർഡിങ്ങുകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് പ്രചാരണം കേന്ദ്രീകരിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്തവും വിജയത്തിൻ്റെ ക്രെഡിറ്റും അദ്ദേഹത്തിലേക്ക് എത്തുന്ന വിധത്തിൽ ആ പ്രചരണം നടന്നു. തോറ്റാൽ സ്വാഭാവികമായും രാജീവ് പറഞ്ഞതുപോലെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പ്രചാരണമായിരിക്കും. ഇത്രയും വ്യക്തി കേന്ദ്രീകൃതമാകേണ്ടിയിരുന്നോ പ്രചാരണം? മറ്റൊരു ഓപ്ഷനില്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ, മറ്റ് നേതാവ് ഉയർന്നു വരാനില്ല എന്ന് ജനങ്ങൾക്ക് വായിച്ചെടുക്കാവുന്ന വിധത്തിൽ ഈ പ്രചാരണം ഇങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമാകേണ്ടിയിരുന്നോ എന്ന ചോദ്യം CPIM-ൽ സ്വാഭാവികമായും ഉയർന്നു വരും. CPM-ൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ഇപ്പോൾ ഈ വിമത ശബ്ദം ഉയർത്തി പുറത്തേക്ക് പോയ ആളുകളുടെ കാര്യത്തിൽ പോലും
ഇത് എന്താ പറയുക, ഒരു അധികാര കേന്ദ്രീകരണത്തിൻ്റെ തുടർച്ചയിൽ പലർക്കും പരിഗണന കിട്ടാത്തതുകൊണ്ട് പുറത്തേക്ക് പോയതാണ് എന്നതാണ് പാർട്ടിയുടെ ഡിഫൻസ്. അപ്പോൾ അത് ഈ വിമത ശബ്ദം പോലും ഉണ്ടായത് ഇതുമൂലമാണ് എന്ന മട്ടിൽ വരെ ഒരു പക്ഷേ ഈ വിശകലനങ്ങൾ ഉണ്ടായേക്കാം പാർട്ടിക്കകത്ത്. അതായത് വിമതരായി പുറത്തു പോകുന്ന ആളുകൾക്ക് പാർലമെൻ്ററി വ്യാമോഹമാണ് എന്ന് വിശദീകരിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ അവരെന്തുകൊണ്ട് പുറത്തുപോയി, അവരെ പുറത്തേക്ക് നയിച്ച ഘടകങ്ങളിലൊന്ന് ഈ അധികാര കേന്ദ്രീകരണമാണ് എന്ന തോന്നൽ ഒരു പക്ഷേ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ വിമതരായി പോയ ആളുകളുടെ അല്ലെങ്കിൽ ആ പ്രശ്നം പോലും ഇതുമായി കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യത ഒരു പഴയ കാലത്തുനിന്നൊരു വ്യത്യാസമുള്ളത്. നേരത്തെ CPIM പാർട്ടിയിൽ നിന്ന് ഒരാൾ ഇടഞ്ഞ് പുറത്തേക്ക് പോയാൽ ആ അന്തരീക്ഷത്തിന് ചുറ്റും കറങ്ങിയാണ് അവർ വീണ്ടും ചെയ്യുക. ഒന്നുകിൽ അവർ CPM ഒരു ഫോർമേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കും, പാർട്ടി സേഫ് ഫോറം പോലെയുള്ളത്. അതല്ലെങ്കിൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, MV രാഘവനൊക്കെ ചെയ്ത പോലെ ഒരു സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്നാലും അവർ UDF പക്ഷത്തേക്ക് ആ ഘട്ടത്തിൽ പോകുന്നില്ല. അപ്പോൾ രമ പുതിയ പാർട്ടിയായി വന്നതിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ UDFുമായി സഹകരിക്കാൻ രമ പറ്റിയില്ല. പക്ഷെ പിന്നീടാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇത്തവണ വിമതരായി വന്ന CPIMൻ്റെ കോറായ നേതാക്കന്മാർ പാർട്ടിയുടെ ഘടകത്തിൽ നിന്നിറങ്ങി നേരെ UDF പിന്തുണയുള്ള സ്ഥാനാർത്ഥികളായി തീരുന്നതാണ്. ചിലർ BJPയിലേക്ക് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ആ വ്യത്യാസമുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു ഇതൊരു നേരത്തെ ഉണ്ടായ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കുറേ കൂടി വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മറുപക്ഷത്തെ രാഷ്ട്രീയ മുന്നണി ഇൻക്ലൂഡിങ് BJP എന്നതുപോലും CPMലെ നേതാക്കൾക്ക് ഉൾപ്പെടെ സ്വീകാര്യമായി വരുന്നു എന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അന്തരീക്ഷം CPIMൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി പരാജയപ്പെടുകയാണെങ്കിൽ രാഷ്ട്രീയ അന്തരീക്ഷം അവർക്കിടയിൽ കൂടുതൽ കലുഷമാകാനാണ് സാധ്യത. അവർക്കിടയിൽ കൂടുതൽ കലുഷം CPMൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം മാത്രമല്ല, മുന്നണി രാഷ്ട്രീയത്തിലും ഒരുപക്ഷെ ഇതേ സമാനമായ വിമർശനം ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുന്നണി ഒറ്റക്കെട്ടായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വിധത്തിൽ വ്യക്തി കേന്ദ്രീകൃതമായൊരു ഇലക്ഷൻ നടന്നു, അതിൻ്റെ കൂടെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ CPI ഒക്കെ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എങ്കിൽ പോലും പോസ്റ്റ് ഇലക്ഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമുള്ള വിലയിരുത്തലിൽ അവരൊരു പക്ഷേ ഈ വിഷയം ഉന്നയിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മറ്റ് ഘടകകക്ഷികളും മാണി കേരള കോൺഗ്രസ് പോലെയുള്ള ഘടകകക്ഷികളും സമാനമായൊരു വിമർശനം ഉന്നയിക്കാനുള്ള ചാൻസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് CPMൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മാത്രമല്ല, LDF എന്ന സംവിധാനത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും LDF പരാജയപ്പെടുകയാണെങ്കിൽ വലിയ തർക്കങ്ങൾക്കും വലിയ പരിശോധനകൾക്കും ഇടയാക്കാൻ കാരണമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് 30 വർഷത്തെ അധികാര കേന്ദ്രീകരണമാണ് പിണറായിയെ ചൊല്ലി CPIMൽ രൂപപ്പെട്ടത്. പാർട്ടി സെക്രട്ടറി 1998 മുതൽ പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലുമെല്ലാം പരാജയപ്പെട്ടാൽ ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് പരാജയപ്പെട്ടാൽ ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. തുടർന്ന് അങ്ങോട്ട് പാർട്ടിയുടെ ഒരു പോസിറ്റീവായി ചിന്തിച്ചാൽ CPIMൽ ഒരു തലമുറ മാറ്റം, അല്ലെങ്കിൽ ഒരു നേതൃമാറ്റം, അല്ലെങ്കിൽ ഒരു സമീപനത്തിൽ പോലുമുള്ള ഒരു മാറ്റം എന്നത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അതൊരു സാധ്യതയാണ്. മറ്റൊരു സാധ്യത ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പോൾ വിമത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ കാലുഷ്യങ്ങൾ, പാർട്ടിക്കുള്ളിൽ ഉയരാനിടയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതിനെ മുൻകാലത്ത് നേരിട്ടതുപോലെ തന്നെ നേരിടാൻ ഒരു പക്ഷേ പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കാനുള്ള ഒരു സാധ്യതയും അവിടെ ശേഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതൊരു സിനാരിയോ ആണ്, ഒരു സാധ്യതയുള്ളൊരു സിനാരിയോ മാത്രമാണ്. പരാജയപ്പെട്ടാൽ പോലും അത് പിണറായിയുടെ പരാജയമായി ആയിരിക്കില്ല ഒരു പക്ഷേ CPMൻ്റെ ഔദ്യോഗിക നേതൃത്വം ആദ്യഘട്ടത്തിൽ വിലയിരുത്താൻ പോകുന്നത്. അത് മറ്റ് രീതിയിലുള്ള, അതും ജമാഅത്തെ ഇസ്ലാമിയുടെ മേലെ കിടക്കും. ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം, മൈനോറിറ്റി ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ ഫലമായി ഉണ്ടായ പരാജയം എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് മാത്രമേ ആദ്യഘട്ടത്തിൽ പോകാനിടയുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക ലീഡർഷിപ്പ് വീണ്ടും പിണറായി വിജയന് ഒപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ ആ ഒരു സിനാരിയോ ആണെങ്കിൽ
ഈ പറയുന്ന വിമത ശബ്ദങ്ങൾക്കെതിരെ മുൻകാലത്ത് ഏത് വിധത്തിലാണോ CPIM വിമത ശബ്ദങ്ങൾക്കെതിരെ നിലപാടെടുത്തിരുന്നത് അത്രയും കർക്കശമായ ഒരു നിലപാടിലേക്ക് വീണ്ടും പോകും. അത് വീണ്ടും ആ പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കലുഷിതമാക്കുകയായിരിക്കും ചെയ്യുക. അത്രയും കെട്ടുറപ്പ് CPIM-ന് ഇപ്പോഴുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇത്രയും വിമതത്വങ്ങൾക്ക് ശേഷം ഇത്രയും ആളുകൾ ചാടിപ്പോകുന്ന മറ്റിടങ്ങളിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഈ പാർട്ടിയിൽ അത്രയും കെട്ടുറപ്പുണ്ട് ഇനി അല്ല, മുൻകാലത്തുള്ള പോലൊരു കെട്ടുറപ്പുണ്ട് എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. ഒരു കാരണവശാലും കരുതാൻ പറ്റില്ല. അങ്ങനെ ഒരു കെട്ടുറപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ TK ഗോവിന്ദന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നിറങ്ങി നേരെ പോയി UDFൻ്റെ കാൻഡിഡേറ്റായിട്ടോട് മത്സരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനൊരു സിനാരിയോ ഉണ്ടാവില്ല. അപ്പോൾ ആ കെട്ടുറപ്പ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൽ യാതൊരു തർക്കമില്ല. ഈ TK ഗോവിന്ദൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ കണ്ട ഏറ്റവും കൗതുകരമായിട്ടുള്ളൊരു കമൻ്റ് എന്ന് പറയുന്നത് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന മുൻ തളിപ്പറമ്പ് MLA ആയിരുന്ന ജെയിംസ് മാത്യുവിൻ്റെ. ജെയിംസ് മാത്യു അന്ന് സൂചിപ്പിച്ചൊരു കാര്യം, പാർട്ടിക്കകത്ത് നമ്മൾ പുറമേ കാണുന്നതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് സ്പെസിഫിക്കായി സൂചിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ജെയിംസ് മാത്യുവിൻ്റെ പ്രതികരണം. ജെയിംസ് മാത്യു വളരെ പ്രകടമായി അത് പറഞ്ഞില്ല, പാർട്ടിക്ക് അത് പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും അത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത്രയും ക്രൈസിസ് അവിടെ ഉണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. മുൻകാലത്തെ പോലെ കെട്ടുറപ്പ് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കില്ല. വിവരങ്ങൾ അങ്ങനെ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. ഉള്ളിൽ നടക്കുന്ന ചർച്ചകളുടെ വിവരങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരും. അത് പ്രചരിപ്പിക്കപ്പെടുന്നതോടുകൂടി തന്നെ ഈ കെട്ടുറപ്പ് എന്ന് പറയുന്നൊരു സംഗതി വലിയ തോതിൽ ഹിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ക്രൈസിസ് അവിടെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും CPM-നെ സംബന്ധിച്ച് അവരുടെ കെട്ടുറപ്പ് നിലനിൽക്കുന്നു. ഞങ്ങൾ ലീഡർഷിപ്പ് വളരെ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായി തന്നെ നിൽക്കുകയാണ് എന്ന പ്രതീതി താഴെത്തട്ടിലേക്ക് കൊടുക്കാനായിരിക്കും അവർ ശ്രമിക്കുക. CPIM-ൻ്റെ പരാജയങ്ങളുടെ വിശകലനങ്ങളുടെ ഒരു പ്രത്യേകത, അത് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പ്രത്യക്ഷത്തിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും മറുപക്ഷത്തെ രാഷ്ട്രീയ ചേരുവകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. അപ്പുറത്ത് വർഗീയ ഏകീകരണം ഉണ്ടായതുകൊണ്ട്, അപ്പുറത്ത് ഇടതുവിരുദ്ധ ഏകോപനം സംഭവിച്ചതുകൊണ്ട് എന്ന മട്ടിലാണത് പോവുക. ഇൻറ്റേർണലായ ശിഥിലീകരണം, ആഭ്യന്തര ശിഥിലീകരണം, ഒരു ആത്മപരിശോധന എന്ന മട്ടിൽ ഒരുപക്ഷെ പാർട്ടിക്ക് അകത്തത് സംഭവിക്കുന്നുണ്ടാകാം. പുറത്തേക്ക് കൊടുക്കുന്നത് ഒരു ഘട്ടത്തിലും പാർട്ടിക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു, ഏതെങ്കിലും തരത്തിലുള്ള ഡൈല്യൂഷൻ ഉണ്ടായി എന്നൊരു കാര്യം ഒരു ഘട്ടത്തിലും അങ്ങനെ വിലയിരുത്തപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. ഇത്തരം ഒരു പരാജയ സാധ്യത തെളിയുകയാണെങ്കിൽ, അങ്ങനെ പരാജയപ്പെടുകയാണെങ്കിൽ, ഒരു ആത്മവിമർശനം എന്ന മോഡിലേക്ക് CPIM പോകാനുള്ള വിദൂര സാധ്യതയെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കാലത്തെ ഇലക്ഷൻ ഫലങ്ങൾ, വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, ഇപ്പോൾ രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടായി. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും സാമാന്യം കനത്ത തിരിച്ചടി ഉണ്ടായി. എന്നിട്ടും ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തെറ്റ് കണ്ടെത്തി തിരുത്തും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പുറമേക്ക് സംസാരിച്ചത് മുഴുവൻ വേറൊരു നിലയ്ക്കുള്ള കാര്യങ്ങളാണ് പുറമേക്ക് സംസാരിച്ചത്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും 2025 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷവും ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിമർശനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM മുന്നോട്ട് വെച്ചത്. അത് എത്രത്തോളം വസ്തുതയുള്ളതാണ്, ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് മാത്രമുള്ള ശേഷിയുണ്ടോ എന്നുള്ള പരിശോധനകൾക്കൊന്നും പോകാതെ പ്രത്യക്ഷത്തിലൊരു ടാർഗറ്റിനെ ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു വിമർശനം നടത്തുക, ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും ഒരു ടാർഗറ്റ് എന്നുള്ള നിലയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ വിമർശനം പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വേറൊരു നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടുകയും ഇത് CPIM എന്നുള്ളത് അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നുള്ളത് മുസ്ലിം വിരുദ്ധരായി മാറിയിരിക്കുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചെടുക്കാൻ ഒരു എതിർപക്ഷത്തിന് സാധിക്കുകയും ചെയ്യുന്നൊരു അന്തരീക്ഷമാണ് ഈ ഉണ്ടാക്കിയത്. മുസ്ലിം രാഷ്ട്രീയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെട്ടുണ്ടാക്കുന്ന കാലുഷ്യങ്ങളും അതേക്കുറിച്ച് CPIM ഉന്നയിക്കുന്ന വിമർശനങ്ങളും വേറെ തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി CPIM അതിനെ എടുത്തുന്നയിക്കുന്നതിൻ്റെ അനുപാതത്തിലാണ് പ്രശ്നം വരാറ്. അതെ, അതുകൊണ്ടാണ് രണ്ട് രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചപ്പോൾ CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞ അനുപാതരഹിതമായി ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളതായി തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബഷീർ പറഞ്ഞ ഈ പ്രശ്നമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇലക്ഷന് വേണ്ടിയിട്ട് നറേറ്റീവ്സ് നിർമ്മിക്കാനും ആ നറേറ്റീവ്സിനെ മുൻപോട്ട് കൊണ്ടുപോകാനും സംഘടിതമായൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. CPIM-ൽ അക്കാര്യത്തിലുള്ള വിമർശനം ഏറെക്കുറെയൊക്കെ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് വാലിഡ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതെ, വാലിഡ് ആണ് താനും, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. പക്ഷേ എങ്കിൽ പോലും അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വിശദീകരിക്കുക വഴി ഈ സ്വന്തം വീഴ്ചകളോ സ്വന്തമായുണ്ടായ പാളിച്ചകളോ മറച്ചു വയ്ക്കുകയാണ് CPM നേതൃത്വം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചെയ്തത്. അത് തന്നെയായിരിക്കും ഇത്തവണയും ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തോറ്റാൽ അതിന് മറ്റ് കാരണങ്ങൾ ഒരുപക്ഷെ അവർ ഗ്രൗണ്ടിൽ നിന്ന് കണ്ടെത്തും. അതായത് വോട്ട് കണക്കിലെ വ്യത്യാസങ്ങൾ,
ചില മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയതോ കുറഞ്ഞതോ ഇതൊക്കെ കാരണങ്ങളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും അതൊരു ഒരു ഒരു വിശകലനത്തിലേക്ക് പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം മലബാറിൽ ഈ പറയുന്ന പോലെ ഒരു പ്രതീക്ഷിക്കാത്ത തിരിച്ചടി സി പി എമ്മിന് ഉണ്ടാവുകയാണെങ്കിൽ ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അത് ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന വിധത്തിൽ ശ്രമങ്ങൾ നടന്നു എന്ന വിലയിരുത്തലേക്ക് സി പി എം എത്തുകയും ചെയ്യും. അപ്പോഴും സംഭവിക്കുന്നത് ഈ പറയുന്ന ഒഫീഷ്യൽ ലീഡർഷിപ്പിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും അവിടെ നടക്കുക. യഥാർത്ഥത്തിലേക്കുള്ള ഒരു പരിശോധനയിലേക്ക് ആയിരിക്കില്ല മിക്കവാറും പോവുക. പക്ഷെ ഈ അപ്പോഴും താൽക്കാലിക പരാജയം എന്ന ഒരു ചിന്ത, ഇപ്പോൾ ബംഗാളിൽ താൽക്കാലിക പരാജയം എന്ന് വിലയിരുത്തപ്പെട്ടത് പിന്നീട് പൂർണ്ണ പരാജയത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഒരു സീറ്റ് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെത്തി. ത്രിപുരയിലും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെങ്കിലും താൽക്കാലികമെന്ന് കരുതപ്പെട്ടത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. കേരളത്തിൽ തോറ്റാൽ അതൊരു താൽക്കാലിക തോൽവി മാത്രമായിരിക്കും. കേരളത്തിൽ പക്ഷേ ഈ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെയുള്ള വലിയ ഡിക്ലൈൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിനോ സി പി എമ്മിനോ സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ കെട്ടുറപ്പിനെ ഒരു പക്ഷേ അത് ഉലച്ചേക്കാം. സി പി എമ്മിൻ്റെ കെട്ടുറപ്പിനെ ഉലച്ചേക്കാം, എൽ ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ഉലച്ചേക്കാം. പക്ഷേ എങ്കിൽ പോലും അത് ബംഗാളിലെയോ ത്രിപുരയിലോ സംഭവിച്ചതുപോലെയുള്ള വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഞാൻ അവസ്ഥയിലേക്ക് മറ്റൊരു സിനാരിയോ പറയട്ടെ. അപ്പോൾ ബംഗാളിൽ സംഭവിച്ചതിന് പാരലലായിട്ടാണ് ചോദിക്കുന്നത്. അതായത് 37-നും 40-നും ഇടയിൽ ശതമാനം വോട്ടായിരിക്കും CPIM പരാജയപ്പെട്ടാൽ അതിൻ്റെ കയ്യിലുണ്ടാവുക. ആ ഘട്ടത്തിൽ ബി ജെ പിയുടെ വോട്ട് 20% എത്തി നിൽക്കുന്നു. ഈ 17% വോട്ടിൽ, അല്ലെങ്കിൽ 10-20% വോട്ടിൻ്റെ പകുതി മാറിയാൽ, പകുതി ബി ജെ പിയിലേക്ക് മാറിയാൽ യഥാർത്ഥത്തിൽ ബി ജെ പി കേരളത്തിലെ ഒന്നാമത്തെ കേഡർ പാർട്ടിയായി തീരും. അങ്ങനെ ഒരു സിനാരിയോ അതാണ് ബംഗാളിൽ അതാണ് ബംഗാളിൽ സംഭവിച്ചത്. പക്ഷേ അത്രമാത്രം ഫാസ്റ്റായിട്ടുള്ളൊരു ഇറോഷൻ സത്യം പറഞ്ഞാൽ കേരളത്തിൽ സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളിപ്പോൾ വോട്ട് പെർസെൻറ്റേജിൻ്റെ കണക്ക് ബഷീർ പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ 2011 യു ഡി എഫ് ഒരു ചെറിയ മാർജിനൽ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ എൽ ഡി എഫിന് 43.63% വോട്ട് എൽ ഡി എഫിനുണ്ടായിരുന്നു. 2016 വരുമ്പോൾ അത് 43.3% വീണ്ടും ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നിൽക്കുക ചെയ്യുന്നു. പക്ഷേ 100 സീറ്റോളം, 94 സീറ്റോ മറ്റോ കിട്ടി എൽ ഡി എഫ് അധികാരത്തിൽ വന്നു. 2021 വരുമ്പോൾ 45.3% വോട്ട് കൂടുകയാണ് ചെയ്തത്. ഇതിൽ ഇപ്പോൾ തോറ്റാൽ പോലും ഏതാണ്ട് 40% വോട്ട് പെർസെൻറ്റേജ് നിലനിർത്താൻ സി പി എമ്മിന് സാധിക്കും, അത് എൽ ഡി എഫിന് സാധിക്കും. ആ ഒരു സിനാരിയോ ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് വളരെ പെട്ടെന്ന് ഒരു 17%-ഒക്കെ ഷിഫ്റ്റ് ബി ജെ പിയിലേക്ക് ഉണ്ടാകാനുള്ളൊരു ചാൻസ് കേരളത്തിൽ ഇപ്പോഴും ഇല്ല. ഒന്ന്, ബി ജെ പിയുടെ നേതൃത്വം അതിന് പാകത്തിൽ ഒരു ഷേപ്പിലല്ല ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ഒരു വോട്ട് ആകർഷിക്കാൻ പറ്റുന്ന വിധത്തിൽ ബി ജെ പി ഇപ്പോഴും കേരളത്തിലില്ല എന്നുള്ളൊരു വസ്തുത നമുക്കുണ്ട്. പക്ഷേ ബി ജെ പി ഒരു 4-5 സീറ്റിലൊക്കെ ജയിക്കുകയാണെങ്കിൽ, ഒരു കാരണവശാലും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ 4-5 സീറ്റിൽ ജയിക്കാനുള്ളൊരു സാധ്യത നമ്മുടെ മുമ്പിലില്ല. എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വിധത്തിലുള്ളൊരു അപകടത്തിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടാകും. അതായത് അങ്ങോട്ടുള്ളൊരു ഒഴുക്കിന്. കാരണം 5 സീറ്റ് നേടിയ പാർട്ടിക്ക് വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിലേക്കോ 15 സീറ്റിലേക്കോ വളരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇപ്പോൾ തന്നെ പകുതി ബി ജെ പിയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഇടതുപക്ഷത്തെ വോട്ടുകൾ ഒരു പക്ഷേ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. അതൊരു ചാൻസ് മാത്രമാണ്. പക്ഷേ അത് കേരളം അതിന് പാകപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല 5 സീറ്റ് ജയിക്കുകയും CPIM പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സിനാരിയോ സംഭവിക്കാനേ സാധ്യതയില്ല. അതുമാത്രമല്ല, 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു പാർട്ടിക്ക് ഇമ്മീഡിയറ്റായിട്ട് ഒരു പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ ക്രൈസിസ് ആയിരിക്കും. 5 വർഷം അധികാരത്തിൽ ഇരുന്ന് പുറത്തേക്ക് വന്നിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന പോലെയല്ല 10 വർഷം തുടർച്ചയായി ഭരണത്തിലിരുന്നതിന് ശേഷം പ്രതിപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കേണ്ടി വരിക. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ എടുക്കുന്നൊരു സമയമുണ്ട്. ആ സമയം പാർട്ടി സംഘടനാ സംവിധാനം വളരെ ചിട്ടയോടുകൂടെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നൊരു അത്തരമൊരു പ്രതിപക്ഷത്തിൻ്റെ പാർലമെൻ്ററി നേതാവ് ആരായിരിക്കും? അതിപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇനി ഒരു പക്ഷേ ഒരു സർപ്രൈസായി അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുകയും നമ്മൾ 2001 കണ്ടതുപോലെ ഒരു VS അച്യുതാനന്ദൻ്റെ റെപ്ലിക്ക ഇപ്പുറത്തുണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത അവിടെ ശേഷിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും കേരളം ഈ സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും തന്ത്രശാലിയായ പൊളിറ്റീഷ്യനാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഭരണത്തിലുണ്ടായിരുന്ന സമയത്തും ഭരണത്തിലില്ലായിരുന്ന സമയത്തും അസാധ്യമായ പ്രതിഭാവിലാസം, പ്രായോഗികരായ മാഗ്നാനിമസായ ഏറ്റവും
മനോഹരമായൊരു സാധ്യത അദ്ദേഹം നഷ്ടപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ മുന്നണിയെ നയിച്ച് വിജയിപ്പിക്കും, പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാനല്ല എന്നൊരു മെസ്സേജ് അദ്ദേഹം കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഏറ്റവും മനോഹരമായി അവസാനിക്കുമായിരുന്നു. ഇടതുപക്ഷം ഇവിടെ ജയിക്കുകയും ചെയ്യാം. അത് ആ ഒരു സാധ്യത ഒരു പക്ഷേ അദ്ദേഹം നഷ്ടപ്പെടുത്തി എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് അദ്ദേഹം 2 ടേം കഴിയുമ്പോൾ സ്വാഭാവികമായും മാറി നിൽക്കും. തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ നയിക്കുമായിരിക്കും. പക്ഷേ അദ്ദേഹം മാറി നിന്നുകൊണ്ട് പുതിയ ഒരു നേതൃത്വത്തിന് വഴിയൊരുക്കും എന്ന് തന്നെയാണ് ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അതിൻ്റെ ഒരു ദുരന്തം ഒരുപക്ഷെ LDF പരാജയപ്പെട്ടാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതിനോടൊപ്പം ഇപ്പം ഈ വോട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഡീല്, SDPI വോട്ട്, BJP വോട്ട്, ഇത്തരം സിനാരിയോ ഏത് വിധത്തിലായിരിക്കും LDF പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീടുള്ള ചർച്ചകളെ നയിക്കുക? അത് ഏത് വിധത്തിലായിരിക്കും കൂടുതൽ അത് ധ്രുവീകരണത്തിൻ്റെ ഓരോ സാധ്യതകൾ? മണ്ഡലത്തിലും ഓരോ മുന്നണിക്കും കിട്ടിയ വോട്ടിൻ്റെ ഇഴകീറി പരിശോധിച്ചുള്ള കണക്കെടുപ്പായിരിക്കും അല്ലെങ്കിൽ വിശകലനമായിരിക്കും നടക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കാരണം BJP കിട്ടിയ വോട്ട് BJPയിലേക്ക് അത് കുറഞ്ഞാൽ, BJPയുടെ വോട്ട് ശതമാനം കുറഞ്ഞാൽ ആ ബ്ലെയിം BJPയിലേക്ക് വരാത്ത വിധത്തിലാണ് അതിൻ്റെ സ്ഥാനാർത്ഥിത്വം വിന്യസിച്ചിരിക്കുന്നത്. 2020 ഘടകകക്ഷികൾക്കൊക്കെ സീറ്റ് കൊടുത്തിരിക്കുന്നത് സീറ്റ് അങ്ങനെയാണ്. കൊടുത്ത്, പ്രധാനപ്പെട്ട സീറ്റുകളൊക്കെ കൊടുത്ത്, ഒരുപക്ഷെ അതിൻ്റെ പരാജയ ബാധ്യത ആ പാർട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാവുന്ന വിധത്തിലൊക്കെയാണ് NDAയുടെ സീറ്റ് വിഭജനം നടപ്പായിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയാണോ തോൽക്കുന്ന മണ്ഡലങ്ങളിൽ അവിടെ BJP നേടിയ വോട്ട് എത്ര, മറ്റ് മുന്നണി നേടിയ വോട്ട് എത്ര, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ SDPIയുടെ കാര്യത്തിലും അത്തരത്തിൽ ഓരോ മണ്ഡലവും എടുത്ത് വിശകലനം ചെയ്ത് അതിൽ നിന്നുള്ള സാധ്യതകൾ വെച്ച് മാത്രമായിരിക്കും ഈ ഒരു വിമർശന സാധ്യത തെളിയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ പറയുന്നതിൽ ഒരു കാര്യവുമില്ല. കാരണം എന്താണ് വോട്ടെടുപ്പിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം നമുക്കതിൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഓരോ ഇൻഡിവിജ്വൽ മണ്ഡലവും എടുത്താൽ മാത്രമേ അത് പറയാൻ പറ്റൂ. അതേസമയം ഈ ഡീൽ എന്ന് പറയുന്ന കാര്യത്തെ ഞാൻ ആ വിധത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഒന്ന്, ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിക്ക് വളരെ വലിയ വോട്ട് സ്വന്തമായുള്ള മണ്ഡലങ്ങളിൽ ഒരു 2000 മുതൽ 3000 വരെ വോട്ട് മറിക്കാനുള്ള സാധ്യതയെ യഥാർത്ഥത്തിൽ ഒരു ഡീലിലൂടെ സാധിക്കും. അതിനപ്പുറത്ത് വോട്ട് മറിക്കാൻ കഴിയില്ല. അതിനപ്പുറത്ത് ഒരു പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ബഫർ വോട്ട് ബാങ്കിലേക്ക്, അവരുടെ വോട്ടേഴ്സിലേക്ക് ഈ ഡീലിൻ്റെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും കേഡർ സ്വഭാവമുള്ള പാർട്ടിക്ക് പോലും പറ്റില്ല. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് പൊതുജനം അറിയുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം. അതുകൊണ്ട് ഡീൽ എന്നത് നേതൃതലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അത് നടപ്പാക്കുക എന്നത്, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ അത് നടപ്പാക്കുക എന്നത് കേരളത്തിൽ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വലിയ ചർച്ചകൾക്ക്, വലിയ മാറ്റങ്ങൾക്ക് ഒക്കെ സാധ്യത ശേഷിക്കുകയാണ് LDFൽ. ഒരു പരാജയമുണ്ടായാൽ വലിയ പ്രതിസന്ധിയായിരിക്കും CPMൻ്റെ മുമ്പിലും ഇടതുമുന്നണിയുടെ മുമ്പിലും ഉണ്ടാകുക. ചെറിയ ജയം പോലും വലിയ പ്രതിസന്ധി അവരുടെ മുമ്പിലേക്ക് വയ്ക്കും എന്നുള്ളതാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അടുത്ത സിനാരിയോ വേറെ ചർച്ച ചെയ്യണം. അതെ, അടുത്ത സിനാരിയോ വേറെ ചർച്ച ചെയ്യേണ്ടത്, UDF തോറ്റാൽ എന്ത് എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.